അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, ഇന്നത്തെ ക്ലാസ്സിൽ പരിചയപ്പെടുത്തുന്ന ഒരു മുഖ്യമായ ദിക്ർ പരിശുദ്ധ റമദാനിലെ അത്താഴ സമയത്ത് ചൊല്ലേണ്ട അതിപ്രധാനപ്പെട്ട സമയം, ഒരു ദിവസത്തിൽ ഏറ്റവും മഹത്വമുള്ള, ഏറ്റവും ദുആക്ക് ഇജാബത്ത് ലഭിക്കാൻ മഹാന്മാർ പഠിപ്പിച്ച, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ച വഖ്തു സഹർ, അത്താഴ സമയം, അത് ദിവസത്തിന്റെ ഹൃദയമാണ്, ഹൃദയഭാഗമാണ് വഖ്തു സഹർ എന്നുള്ളത്. ആ സമയത്ത് അള്ളാഹുവിനോട് ഒരാൾ കൈ നീട്ടി എന്ത് യാചിച്ചാലും അള്ളാഹു തആല ഉടനടി അത് കൊടുത്തിരിക്കും. അത്രയും മഹത്വമുള്ള ഒരു സമയമാണ് അത്താഴ സമയം എന്നുള്ളത്. അതായത് സുബഹി ബാങ്കിന് തൊട്ട് മുമ്പുള്ള ആ ഒരു സമയം. ആ സമയത്ത് മഹാന്മാർ നമുക്ക് പഠിപ്പിക്കുകയാണ് ഈ ദിക്ർ, അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അൽ ഹയ്യുൽ ഖയ്യൂം അലാ കുല്ലി ഷൈ അലാ കുല്ലി നഫ്സിൻ ബിമാ കസബത് എന്ന ദിക്ർ ഒരാൾ 7 തവണ ചൊല്ലിയാൽ അവന് ലഭിക്കുന്ന മഹത്വം, ഒരാൾ ഈ ദിക്ർ 7 തവണ ചൊല്ലിയാൽ അദ്ദേഹത്തിന് ലഭിക്കുന്ന മഹത്വമാണ്. ആ നിമിഷത്തിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് 1000 ഹസനത്ത് കൊടുക്കുകയാണ്. 1000 നന്മ അവന്റെ അക്കൗണ്ടിൽ രേഖപ്പെടുത്തുകയാണ്. അത് മാത്രമല്ല, അവന്റെ അക്കൗണ്ടിൽ നിന്ന് 1000 തിന്മകൾ മായ്ച്ചു കളയുകയാണ്. അതേപോലെ തന്നെ 1000 ദറജ അല്ലാഹു തആല കൊടുത്ത് അദ്ദേഹത്തെ ആത്മീയമായി ഉയർത്തുകയാണ്. അതിൽ ഒരു ദറജയുടെ മഹത്വം എന്ന് പറയുന്നത് 7 ആകാശവും 7 ഭൂമിയേക്കാളും ആളമായതാണ്, വണ്ണമായതാണെന്നാണ് മഹാന്മാർ നമുക്ക് പഠിപ്പിക്കുന്നത്. അതുപോലത്തെ 1000 ദറജകളാണ് അദ്ദേഹത്തെ അല്ലാഹു തആല കൊടുത്തു ഉയർത്തുന്നത്. ഇത്രയും മഹത്വമുള്ള ഒരു ദിക്റാണ്. എല്ലാവരും പരമാവധി ഇനിയുള്ള ദിവസങ്ങളിൽ അത്താഴ സമയത്ത് 7 തവണ ഈ ഒരു ദിക്ർ ചൊല്ലാൻ ശ്രമിക്കുക. അല്ലാഹു നമുക്കൊക്കെയും തൗഫീഖ് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.